എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വാഴക്കൂമ്പ് കൊണ്ട് ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ്. മീഡിയം ടൈപ്പിലുള്ളൊരു വാഴക്കൂമ്പാണിത്. ഇതിൻ്റെ പുറത്തെ പോള റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ ഇത്ര വലിപ്പത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ടിരിക്കുകയാണ്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഡ്രെയിൻ ചെയ്തെടുക്കാം. സ്റ്റൗവിൽ പാൻ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് കടുകിടാം. അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും വറ്റൽമുളക്, കറിവേപ്പില ചേർക്കാം. എന്നിട്ട് 6-7 വെളുത്തുള്ളിയും 1 പീസ് ഇഞ്ചിയും കൂടി കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക് ചേർക്കാം. ചുമന്നുള്ളി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്താണ് ചേർക്കുന്നത്. അതും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് ബ്രൗൺ കളർ ആകണ്ട, ഒരല്പം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഞാനിടയ്ക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇത്രയും വഴറ്റിയെടുത്താൽ മതി, ഒരുപാടങ്ങ് ബ്രൗൺ കളർ ആകണ്ട. ഇനി ഇതിലേക്ക് വാഴക്കൂമ്പ് വെള്ളമെല്ലാം കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്ലെയിം മീഡിയത്തിലാണ്. ഇനി ഇതിന് വേണ്ട അരപ്പ് റെഡിയാക്കിയെടുക്കാം. 1/2 കപ്പാണ് ചിരകിയ തേങ്ങ. അതിൻ്റെ കൂടെ 10-12 കാന്താരിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഇതേപോലെ ചെറുതായി ഒന്ന് ചതച്ചെടുക്കാം. ഇതിനിടയിൽ കൂമ്പ് ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർക്കാം. അല്പം തിളപ്പിച്ച വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് അതും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. അല്പം കൂടി വെള്ളം വറ്റി വരാനുണ്ട്. കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർക്കുന്നുണ്ട്. അല്പം ഉപ്പ് കുറവാണ്, അതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മീഡിയത്തിൽ നിന്ന് അല്പം താഴെയാണ് ഫ്ലെയിം വെച്ചിട്ടുള്ളത്. കുറച്ച് നേരവും കൂടി വെച്ച് വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉലുവാപ്പൊടി ചേർക്കുന്നുണ്ട്. അതേപോലെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റുള്ളൊരു തോരനാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.